വൈപ്പിൻ കാളമുക്കിൽ ചരക്ക് വെസലിന് തീപിടിച്ചു. സീ ബ്ലൂ എന്ന സ്വകാര്യ കമ്പനിയുടെ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്ക് എത്തിച്ച വെസലിനാണ് തീപിടിച്ചത്. 5 യൂണിറ്റ് ഫയർഫോഴ്സിന്റെയും കൊച്ചിൻ പോർട്ടിൽ നിന്നുള്ള ഹൈഡ്രന്റിന്റെയും സഹായത്തോടെ 5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. തിങ്കളാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു തീപിടുത്തം. വൈപ്പിൻ കാളമുക്കൽ സീ ബ്ലൂ എന്ന സ്വകാര്യ കമ്പനിയുടെ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്കെത്തിച്ച വെസലിനാണ് തീപിടിച്ചത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് 5 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയെങ്കിലും തീ നിയന്ത്രിക്കാൻ പ്രയാസപ്പെട്ടു. പിന്നീട് കൊച്ചിൻ പോർട്ടിൽ നിന്നുള്ള ഹൈഡ്രന്റ് കൂടി എത്തിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അതേസമയം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉൾപ്പെടെ ബന്ധപ്പെട്ടവരുടെ അനുമതിയില്ലാതെയാണ് സീ ബ്ലൂ കമ്പനി പ്രവർത്തിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. സീ ബ്ലൂ ഷിപ്പ്യാർഡിനെതിരെ ഇവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെ പ്രതിഷേധം തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇവരെ സ്വാധീനം ഉപയോഗിച്ച് ഇവരിതെല്ലാം ധിക്കാരപരമായിട്ട് ഈ പ്രതിഷേധിക്കുന്നവർക്കെതിരെ കള്ളക്കേസ് കൊടുത്തു ഉൾപ്പെടെ. ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഇവിടെ സാൻഡ് ബ്ലാസ്റ്റിംഗ് ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ഇത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുവാദമോ ലൈസൻസോ ഇല്ല. കൂടാതെ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾപ്പെടെ വിവരാവകാശ നിയമപ്രകാരമുള്ള എല്ലാ രേഖകളും നമ്മളെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത് ഉൾപ്പെടെ ധിക്കരിച്ചുകൊണ്ടാണ് ഇവർ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇത് നേരെ കാണുന്നത് LP സ്കൂളാണ്. സ്കൂളിലെ കുട്ടികൾക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള സാൻഡ് ബ്ലാസ്റ്റിംഗ് നടത്തി അതിൻ്റെ പൊടിപടലങ്ങൾ മൂലം സാൻഡ് ബ്ലാസ്റ്റിംഗ് നടത്തണമെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുവാദം വേണം. അതുപോലും ഇല്ലാതെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൊടുത്ത നോട്ടീസ് ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട്. പെയിന്റ് അടിക്കുന്നത് ഉൾപ്പെടെ അറ്റകുറ്റപ്പണികൾക്കായി ഒരാഴ്ച മുൻപ് എത്തിച്ച വെസലിനാണ് തീ പിടിച്ചത്. ഈ സമയത്ത് 4 തൊഴിലാളികൾ വെസലിനകത്തുണ്ടായിരുന്നെങ്കിലും ഇവർ ഓടി രക്ഷപ്പെട്ടതിനാൽ ആളപായമുണ്ടായില്ല. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. കൈരളി ന്യൂസ്, കൊച്ചി.